നമുക്ക് ഗ്രാസ് റൂട്ട് ഫുട്ബോൾ ഡെവലപ്മെന്റ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? അത് ഒരു കാര്യം ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള ചുറ്റുവട്ടം ക്രിയേറ്റ് ചെയ്യുന്നതിനാണ് എന്ത് ഗ്രാസ് റൂട്ട് ഡെവലപ്മെന്റ് പറയുന്നത്. അപ്പോ ഫുട്ബോൾ ഡെവലപ്മെന്റ്, ഗ്രാസ് റൂട്ട് ഫുട്ബോൾ ഡെവലപ്മെന്റ് നടത്തണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തൊക്കെയാ ചുറ്റുവട്ടത്ത് റെഡിയാക്കേണ്ടി വരും? എന്തൊക്കെയാണ്? നമുക്ക് പ്ലെയർ ഡെവലപ്പ് ആവണമെങ്കിൽ നമുക്ക് ഗ്രൗണ്ട് വേണം, ആ ഗ്രൗണ്ടിനുള്ള ഇത് വേണം. കുട്ടികൾ ഡെവലപ്പ് ആണെങ്കിൽ രക്ഷിതാക്കൾ വേണം, കളിക്കാർ ഡെവലപ്പ് ചെയ്യണമെങ്കിൽ കോച്ചസ് വേണമെങ്കിൽ അക്കാദമികൾ വേണം. അപ്പൊ ഗ്രാസ് റൂട്ട് ഡെവലപ്മെന്റ് എന്നുള്ളത് ഇത് ഇത്ര വിശാലമായിട്ട് തന്നെ മനസ്സിലാക്കണം. അതിന്റെ ഗ്രാസ് റൂട്ട് ഡെവലപ്മെന്റ് എന്നുള്ളതിന്റെ അർത്ഥം കുട്ടികളെ ട്രെയിനിങ് അല്ല, അത് ഗ്രാസ് റൂട്ട് ഫുട്ബോൾ ഡെവലപ്മെന്റിന്റെ ഒരു ഏരിയ മാത്രം. അതായത് ഗ്രാസ് റൂട്ട് ഫുട്ബോൾ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതിന്റെ ഏരിയ മാത്രമാണ് എന്ത് കുട്ടികളുടെ ട്രെയിനിങ്. അതിലെന്തൊക്കെ വരുമല്ലോ, 40 വയസ്സായ കളികൾ വരിക, ലോക്കൽ ഫുട്ബോൾ അതിലാ വരിക. അപ്പൊ ഈ പറഞ്ഞ സെവൻസ് നേരിട്ട് ഗ്രാസ് റൂട്ട് ഡെവലപ്മെന്റിന്റെ ഭാഗം. ഇതാണ് ഗ്രാസ് റൂട്ട് ഡെവലപ്മെന്റ്, ഗ്രാസ് റൂട്ട് ഫുട്ബോൾ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. കാരണം ആ സെവൻസ് കാണാൻ പറ്റുന്ന രക്ഷിതാവിന്റെ കുട്ടി ഏർപ്പെട്ടാവും, അയാളുടെ ഇഷ്ടത്തിലായ കുട്ടിയെ അക്കാദമി ചേർക്കണം. ആ കുട്ടികളെ നമ്മൾ എന്ത് ചെയ്യുന്നത് കോച്ചസ് നന്നാക്കി, അങ്ങനെയാണ് അതിൽ ഏറ്റവും നല്ല കുട്ടികളാണ് യൂത്തിലേക്ക് പോവുക. സോ ഗ്രാസ് റൂട്ടിന്റെ അർത്ഥം എന്ന് പറയുന്നത് അത്ര വലുതാണ്. അതിന്റെ ഭാഗമായിട്ട് എന്തുണ്ട്? സ്കൂൾ ഫുട്ബോൾ ഉണ്ട്, ലോക്കൽ ഫുട്ബോൾ ഉണ്ട്, സ്ട്രീറ്റ് ഫുട്ബോൾ ഉണ്ട്, അതേപോലെ തന്നെ ഈ ഡിസബിലിറ്റീസ് ഉള്ള ഫുട്ബോൾ ഉണ്ട്. കാരണം ഇവിടൊക്കെ നാളെ പേരൻസ് ആവും. അപ്പൊ കുട്ടികളെ മാത്രം ചെയ്തിട്ടുള്ള പ്രോസസ് അല്ല ഗ്രാസ് റൂട്ട് ഡെവലപ്മെന്റ്. അപ്പൊ അത് എപ്പോഴും ചെയ്യണം, നമ്മൾ മനസ്സിലാക്കണം. ഈ ഒരു പ്രോസസ്സിൽ നമ്മൾ ഗ്രാസ് റൂട്ട് ഫുട്ബോൾ ട്രെയിനിങ്ങിനെ കുറിച്ചും അതുപോലെ തന്നെ പ്ലെയർ ഡെവലപ്മെന്റിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ ഞാനിത് ഇങ്ങനെ പറയാൻ കാരണം വീണ്ടും ഗ്രാസ് റൂട്ട് ഡെവലപ്മെന്റ് എന്ന് പറയുമ്പോൾ ആ ഏരിയ മൊത്തം എന്ത് ചെയ്യണം, ഇംപ്രൂവ് ചെയ്യണം, ആ ഒരു ഏരിയ മൊത്തം.